മംഗല്യസൂത്രം ഭാഗം 1. രചനാ സംഭാഷണം രുദ്രപ്രിയ. മാഷേ, ബാലചന്ദ്രൻ മാഷേ, ഓയ് ഒന്ന് നിൽക്ക് മാഷേ. പ്രദക്ഷിണം വെച്ച് തിരിയുമ്പോഴാണ് ബാലചന്ദ്രൻ മാഷ് അത് കേട്ടത്. കാലൻ കുടമടക്കി കക്ഷത്ത് വെച്ച് ദല്ലാൽ ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തേക്ക് കാലും വലിച്ചു നീട്ടി നടന്നു. എൻ്റെ മാഷേ, എത്ര നേരമായി നിങ്ങളെ വിളിക്കുന്നു, ചെവി പിന്നിലോട്ടാണോ? ഗോവിന്ദൻ മുഷിച്ചിലോടുകൂടി ചോദിച്ചു. ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്നും കേൾക്കില്ല ഗോവിന്ദ. അത്രമാത്രം എന്താ മാഷേ പരാതി പറയാനുള്ളത് ഭഗവാനോട്? ബാലചന്ദ്രൻ മാഷ് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ പരാതി കേട്ട് കേട്ട് ഭഗവാനും ഇപ്പോൾ എന്നെപ്പോലെ ചെവി അടച്ച മട്ടാണ്. ഗോവിന്ദൻ എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നത്, അതാദ്യം പറയൂ. കുറച്ച് നാളായി ഞാൻ മാഷിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യം തന്നെ. മാഷിൻ്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. മാഷ് ഒന്ന് നിന്നു ഗോവിന്ദനെ അടിമുടി നോക്കി. ഈ 48-ാം വയസ്സിൽ എന്നെ കെട്ടിച്ചിട്ടേ ഗോവിന്ദൻ അടങ്ങുമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് സമ്മതമാണ് ഗോവിന്ദ. കേട്ടത് വിശ്വസിക്കാനാവാതെ ഗോവിന്ദൻ ഒന്നുകൂടി മാഷിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അല്ല മാഷേ, സമ്മതമാണെന്ന് തന്നെയാണോ ഈ പറഞ്ഞത്, അതോ എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ? ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് തന്നെ പറ്റിക്കാനാണെന്ന് തോന്നുന്നുണ്ടോ ഗോവിന്ദ? തനിയെയുള്ള ഈ പൊറുതി മതിയായടോ. ഒന്ന് വീണുപോയാൽ താങ്ങാൻ ആരുമില്ല. ഒരു ജോലി ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോകുന്നു. മക്കളുടെ ഔദാര്യം പറ്റാതെ. ഇപ്പോൾ അവർക്ക് കൂടി നാണക്കേടാണെന്ന്. ആയ കാലത്ത് ഇവരെയൊക്കെ നോക്കി വളർത്തി കാര്യപ്രാപ്തിയുള്ളവരാക്കി കെട്ടിച്ചും വിട്ടു. മോനും മോൾക്കും ജീവിതമായി. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. രാത്രിയിൽ പെട്ടെന്ന് വയ്യാതായാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ആരെങ്കിലും വേണ്ടേ? മതി മാഷേ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. ഞാനപ്പോൾ അവരോട് സമ്മതം പറയട്ടെ? ദല്ലാൽ ഗോവിന്ദന് വല്ലാത്ത ഉത്സാഹമായി. ആരോട് സമ്മതം പറയട്ടെ എന്ന്? എൻ്റെ കയ്യിലൊരു നല്ല ആലോചനയുണ്ട്. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അയാൾക്ക് തലയ്ക്ക് സുഖമില്ലായിരുന്നു. അത് മറച്ചു വെച്ചിട്ടാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് അസുഖമിളവി. പിന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തള്ളലും ഒക്കെയായി. അത് കഴിയുമ്പോഴാണ് ഈ ചെറുക്കൻ കയറി ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്നു. അച്ഛനെയും അമ്മയുടെയും 2 മക്കളിൽ ഇളയവളാണ്. മൂത്തതൊരു പയ്യൻ. അവൻ ഭാര്യയുമായി പുറത്താണ്. ഇവിടെ അച്ഛനും അമ്മയും മോളും മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയുന്ന ഈ ആലോചനയുമായി മുന്നോട്ട് പോകൂ. ഇത് നടക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. പെൺകുട്ടിക്ക് 40 വയസ്സുണ്ട്. കോളേജിലെ ടീച്ചറാണ്. പേര് വരദ. ഗോവിന്ദ, അതൊന്നും നടക്കില്ല. ആ കുട്ടിക്ക് എന്നേക്കാൾ 8 വയസ്സ് ഇളയതാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ ഞാൻ എങ്ങനെയാ എൻ്റെ ജീവിതത്തിലേക്ക്? നിങ്ങളിത് ഏത് നൂറ്റാണ്ടിലാ മാഷേ? ഞാൻ അവിടുത്തെ അച്ഛനോടും അമ്മയോടും ഒക്കെ മാഷിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴേ പകുതി സമ്മതമാണ്. ഇനി മാഷിനെ ഒന്ന് കാണുകയേ വേണ്ടൂ. എന്നാലും ഗോവിന്ദ, 40 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പമല്ലേടോ? സ്ത്രീകൾക്ക് 40 വയസ്സിൽ കൗമാരം തുടങ്ങുമെന്നാ പറയുന്നേ. ആ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയെ അത് വേണോ ഗോവിന്ദ? നമുക്ക് വേറെ കുറച്ചുകൂടി പ്രായമുള്ള ആരെയെങ്കിലും നോക്കാം, മാഷ് വല്ലായ്മയോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. എനിക്കൊരു അമ്മുമ്മയുണ്ട്. അവരെ ആലോചിച്ചാലോ മാഷിന് വേണ്ടി? അല്ല പിന്നെ. ഗോവിന്ദന് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു. 40 വയസ്സാണെന്ന് മാഷ് ആരോടും പറയണ്ട. ഒരു കുഴപ്പവുമില്ല മാഷേ. ഞാൻ ആ കൊച്ചിനെ കണ്ട് സംസാരിച്ചതാണ്. നല്ലൊരു പെൺകുട്ടി. മാഷിന് വേണ്ടി പിറന്നതാണെന്ന് തോന്നും. ഒരു പാവം കൊച്ച്. ഇപ്പോൾ അച്ഛനും അമ്മയും വിവാഹം ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മാഷിൻ്റെ കാര്യം പറയുന്നത്. എങ്കിലും അത് ശരിയാവില്ല ഗോവിന്ദ. മാഷ് പിന്നെ ഇത് തന്നെ പറയാതെ. ഗോവിന്ദൻ പിന്നെയും ദേഷ്യമായി. ഞാൻ എന്തായാലും കുട്ടികളോടും വല്യേച്ചിയോടും പ്രഭാകരനോടും ചോദിക്കട്ടെ. അല്ലാതെ എനിക്ക് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ നന്നായത്. മാഷ് എന്തായാലും ആ കൊച്ചിനെ ഒന്ന് കണ്ടു നോക്ക്. അതിനുശേഷം പോരെ എല്ലാവരെയും അറിയിക്കുന്നത്? ഇല്ല ഗോവിന്ദ, അത് നടക്കില്ല. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം ഒന്ന് പോയി കാണാം. ആർക്കും സമ്മതമില്ലെങ്കിൽ പോലും വല്യേച്ചിയെങ്കിലും സമ്മതിക്കണം. കാരണം എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ചേച്ചി സമ്മതിച്ചാൽ ഞാൻ വരാം, അത്രേ പറയാനുള്ളൂ. എങ്കിൽ ഞാൻ വരാം. എന്തായാലും മാഷ് ആ തീരുമാനം എന്നെ അറിയിക്ക്. ബാലചന്ദ്രൻ മാഷ് നടന്നു പോകുന്നതും ഗോവിന്ദൻ
ഭഗവാന്റെ തിരുനടയിലേക്ക് നീങ്ങി നിന്നു. എൻ്റെ മഹാദേവ, ഈ ആലോചന എങ്ങനെയെങ്കിലും നീ നടത്തണേ. ആ പാവം കൊച്ചിനും മാഷിനും ഒരു ജീവിതം കിട്ടും. ഗോവിന്ദൻ ഇതിൽ നിന്നും യാതൊന്നും കിട്ടാനില്ല. അവർ അന്യോന്യം തുണയായാൽ മതി. ആയ കാലത്ത് ഭാര്യ മരിച്ച് ഒറ്റയ്ക്കായ മനുഷ്യനാണ്. ഒരുപാട് പ്രായവുമായിട്ടില്ല. അയാൾക്ക് മുന്നോട്ടൊരു ജീവിതത്തിന് ഒരു കൂട്ടുവെന്നും തോന്നിയാൽ എന്താ തെറ്റ്? ഇത് നടക്കാനുള്ള വഴി നീ തന്നെ തെളിയിച്ചു തരണേ ഭഗവാനെ. ഇത് നടന്നു കഴിഞ്ഞാൽ ഗോവിന്ദൻ ഒരു ചുറ്റുവിളക്ക് കഴിപ്പിച്ചേക്കാം. മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ട പോലെ അമ്പലമണി 3 വട്ടം മുഴങ്ങി. ഭഗവാന്റെ മുഖം വിടർന്നു. രാവിലെ അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ പതിവിലും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ശരത്ത് അവിടേക്ക് ചെന്നു. എൻ്റെ വർഷേ, നീ ആരോടെങ്കിലുമുള്ള വാശി പാവം പാത്രങ്ങളോട് കാണിക്കുന്നത്? ശരത്തിൻ്റെ ചോദ്യം കേട്ട് വരദ ദേഷിച്ചൊരു നോട്ടമായിരുന്നു. നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ശരത്തേട്ടാ? രാവിലത്തെ ചായയും പത്രവും കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ അതും വായിച്ച് അവിടെ ഇരുന്നാൽ പോരെ? അടുക്കളയാകുമ്പോൾ ഒച്ചയനക്കവും ഉണ്ടാവും. അതിൻ്റെ കണക്കെടുക്കാൻ നിന്നാൽ പിന്നെ അതിനെ സമയം കാണൂ. എന്നാലും നമ്മൾ മാത്രമല്ലല്ലോ, അപ്പുറത്തും ഇപ്പുറവും ആൾക്കാരില്ലേ? നീ ഇങ്ങനെ രാവിലെ ബഹളം വെച്ച് തുടങ്ങിയാൽ അവർ കരുതില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന്? ഒന്നുമില്ലെങ്കിൽ അപ്പുറത്ത് അച്ഛനും അമ്മയും വിമലും ഇല്ലേ? ഓ, നിങ്ങളുടെ വീട്ടുകാർ നമ്മുടെ കാര്യം നോക്കാൻ സമയമുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവർ കേട്ടെന്ന് വെച്ച് എനിക്ക് ഒരു കുഴപ്പവുമില്ല. എൻ്റെ അടുക്കളയിൽ ഞാൻ ഇഷ്ടമുള്ളതുപോലെ പെരുമാറും. അത് ചോദിക്കാൻ വരുന്നവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയാം. അതോടുകൂടി ശരത്ത് പിന്നെ അവിടെ നിന്നില്ല. നേരെ ഉമ്മറത്തേക്ക് വന്ന് ചായ ഗ്ലാസുമായി പുറത്തേക്കിറങ്ങി ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചുവെങ്കിലും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, ഭാഗ്യം. അപ്പോഴേക്കും അപ്പുറത്തെ മതിലിൻ്റെ മുകളിൽ കൂടി ഒരു തല പൊന്തി വന്നു. ശരത്തിനെ നോക്കി അത് ഭംഗിയായി ചിരിച്ചു. എന്താടാ ഇന്ന് രാവിലെ പ്രശ്നം? അമ്മയുടെ ചോദ്യം കേട്ട് ശരത്ത് അങ്ങോട്ടേക്ക് ചെന്നു. എനിക്കറിയില്ല അമ്മേ, അവൾക്ക് ഓരോ ദിവസവും ഓരോ പ്രശ്നമാണ്. എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ ചാടിക്കടിക്കും. മോൻ്റെ നിസ്സംഗഭാവം കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. എൻ്റെ ശാരി, അമ്മേ, ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ശാരി എന്ന് വിളിക്കരുതെന്ന്. അമ്മയ്ക്ക് എന്നെ ശരത്തെന്ന് വിളിച്ചാൽ എന്താ? അമ്മയുടെ ഈ വിളി കേട്ടിട്ടാണ് അവൾ പോലും എന്നെ കളിയാക്കുന്നത്. എടാ, ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ എല്ലാവരും പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അന്നേ ഞാൻ കരുതിയതാണ് ജനിക്കുന്ന കൊച്ചിന് ശാരിന്ന് പേരിടണമെന്ന്. പക്ഷേ പ്രസവിച്ചപ്പോൾ ആണായിരുന്നു. എങ്കിലും എൻ്റെ ആഗ്രഹം കരുതിയാണ് വീട്ടിൽ ശാരിന്ന് വിളിക്കുന്നത്. രാവിലെ എന്താടാ അവൾക്ക് ഇത്രയും ദേഷ്യം വരാൻ കാരണം? സുശീല അടുക്കള ഭാഗത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് മോനോട് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല അമ്മേ. എങ്കിലും എനിക്ക് തോന്നുന്നത് അയലത്തെ ചന്ദ്രി കുറച്ച് മുന്നേ പിന്നാമ്പുറം വഴി പോകുന്നത് കണ്ടു. അവരെന്തെങ്കിലും ന്യൂസ് കൊണ്ടെത്തിച്ചതാവും. അതിൻ്റെ ഹാലിളക്കമാണ് പെണ്ണിന്. കൈ നിവർത്തിയൊന്നും കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ ഭാര്യയെ തല്ലി ആണത്തം കാണിക്കുന്ന ഭർത്താവാൻ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരച്ഛൻ്റെ മകളാണ് എന്ന പരിഗണന. അത് വെച്ചാണ് അവൾ ഇവിടെ എന്നെ മുതലെടുക്കുന്നത്. എൻ്റെ ക്ഷമ നശിക്കുന്ന അന്നാണ്. എന്നാലും മിലിറ്ററിക്കാരനായ വിജയൻ്റെ മോന് ഇത്രയും ക്ഷമാശീലം പാടില്ല. ഒന്നുമില്ലെങ്കിലും നിൻ്റെ അച്ഛൻ്റെ ധൈര്യവും തൻ്റെയിടവും ഒന്നും നീ ഇന്ന് വരെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്. ഞാൻ ശാരി എന്ന് പേരിട്ടത് കൊണ്ടാണ് നിനക്ക് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവമെന്ന്. നിൻ്റെ അച്ഛനെ കണ്ടില്ലേ ഈ പ്രായത്തിൽ എന്നെ വരച്ച വരയിൽ നിർത്തുന്നത്? അതൊക്കെ ആ വിമലിനെ കണ്ട് പഠിക്കണം. ആ ചെറുക്കൻ്റെ മൂക്കത്താണ്. സുശീ! അച്ഛൻ്റെ നീട്ടി വിളി കേട്ടപ്പോഴേക്കും ശരത്ത് അമ്മയെ നോക്കി നന്നായി പല്ലളിച്ച് കാണിച്ചു. ഓടിച്ചെന്നേ, ദേ അച്ഛൻ വിളിക്കുന്നു സുശിയെ. ശരത്ത് അമ്മയെ കളിയാക്കി. ഇങ്ങേരെ കൊണ്ട് ഞാൻ തോറ്റു. പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സുശി കുശി എന്ന് വിളിക്കരുതെന്ന്. കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്ന എന്നെ വിളിക്കുന്നത് കേട്ടില്ലേ? എന്തൊക്കെയോ പിറുപുറത്തുകൊണ്ട് അമ്മ അകത്തേക്ക് കയറിപ്പോയി. ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അച്ഛനും മക്കളും. വേറെ വേറെ വീട് വെച്ചാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് വലതുകാൽ വെച്ച് വർഷ വന്നത് തന്നെ പുതിയ വീട്ടിലേക്കാണ്. മക്കൾ പ്രത്യേകം താമസിച്ചാലേ അവർക്ക് സ്വന്തമായി കുടുംബമുണ്ടാകൂ എന്ന പക്ഷക്കാരനാണ് വിജയൻ. വിമലിൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവൻ്റെ കല്യാണത്തിന് മുന്നേയും ഒരു വീട് വയ്ക്കണമെന്നാണ്. അകത്തുനിന്ന ഒച്ചപ്പാട് കഴിഞ്ഞപ്പോഴേക്കും ശരത്ത് പതിയെ അകത്തേക്ക് ചെന്നു. ഇന്ന് വൈകുന്നേരം നമുക്ക് തിരുത്തമംഗലം വരെ പോകണം ശരത്തേട്ടാ. ചമ്മന്തിക്കുള്ള തേങ്ങ ജാറിലേക്ക് വാരിയിട്ടുകൊണ്ട് വർഷ പറഞ്ഞു. നമ്മൾ 2 ദിവസം മുന്നേ അല്ലേടി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ ഇപ്പോൾ ധൃതി പിടിച്ചു പോകുന്നത്? ഇന്ന് എന്തായാലും എനിക്ക് വീട് വരെ പോയി അച്ഛനെ കണ്ടേ പറ്റൂ. ഞാൻ വിനയേട്ടനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അച്ഛനോട് ഇന്ന് 2 വർത്തമാനം പറയണം.
ആവശ്യമില്ലാത്ത വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകണ്ട വർഷേ. ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛനല്ലേ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ നീ എന്തിനാ വിനയനെ കൂട്ടുപിടിച്ച് അച്ഛനെ എതിരായി നിൽക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരത്ത് നീരസത്തോടു കൂടി വർഷയെ നോക്കി പറഞ്ഞു. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ശരത്തേട്ടാ ഈ സംസാരിക്കുന്നത്? ഏതെങ്കിലും അച്ഛനമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളാണോ ഞങ്ങളുടെ അച്ഛൻ ചെയ്യാൻ പോകുന്നത്? അച്ഛൻ്റെ വയസ്സും പ്രായവും എത്രയായി എന്ന് നിങ്ങൾക്കറിയാമോ? ഈ വരുന്ന പിറന്നാളിന് 48 വയസ്സാകും. വയസ്സായ ആ മനുഷ്യൻ വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാണക്കേടല്ലേ? കൊച്ചുമക്കളെയും കളിപ്പിച്ചിരിക്കാനുള്ള ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറങ്ങുന്ന ആൾക്കാരെ എന്ത് പറയണം? എനിക്കും വിനയേട്ടനും എന്തായാലും നാണക്കേടാണ്. അതുകൊണ്ട് അച്ഛൻ ഇനിയൊരു വിവാഹം കഴിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല. മാഷിനൊരു കൂട്ട് വേണമെന്ന് തോന്നിക്കാണും. എത്രയായാലും നീയും വിനയനും നിങ്ങളുടേതായ ജീവിതത്തിലല്ലേ. അപ്പോൾ പിന്നെ മാഷിനൊരാവശ്യം വന്നാൽ ആരെങ്കിലും വേണ്ടേ? ഈ പ്രായമായവർ വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്നാണ് നിങ്ങളുടെ വിചാരം? എന്ത് തന്നെ ആയാലും അച്ഛൻ ഇനിയൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്വത്തിനൊരു അവകാശിയാവും. അത് പറ്റില്ല. ഈ കണ്ട സ്വത്ത് കണ്ടിട്ട് തന്നെയാവും ഏതൊരു തീയും വലതുകാൽ വെച്ച് കയറി വരുന്നത്. അങ്ങനെ വന്ന് കയറുന്നവർക്ക് കൊടുക്കാനായി ഞങ്ങളുടെ സ്വത്ത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നാലും നിനക്കിതെങ്ങനെ പറയാൻ തോന്നുന്നു വർഷേ? നിന്റെ അച്ഛനെ പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ നമ്മൾ ഓടിയെത്തുന്നതിന് മുമ്പ് സഹായത്തിന് ആരെങ്കിലും ഒരാൾ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ വല്ല ഹോം നേഴ്സിനെയും നിർത്തിയാൽ പോരെ? വീണ്ടും പെണ്ണ് കെട്ടേണ്ട കാര്യമുണ്ടോ? ഇത് വയസ്സുകാലത്ത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി അച്ഛൻ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതാണ്. സാധാരണ എല്ലായിടത്തും മരുമക്കളാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഇവിടെ ഒരുത്തൻ ചൂട്ടും കെട്ടി ആദ്യമേ ഇറങ്ങും സപ്പോർട്ടുമായി. എന്തായാലും എൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. ഭാഗ്യം ഭാഗ്യം അത് നിൻ്റെ അച്ഛനാണെന്നെങ്കിലും നീ സമ്മതിച്ചല്ലോ. തുടരും രുദ്രപ്രിയ. പനിയായി സുഖമില്ലാതിരിക്കുകയാണ്. പിന്നെ പുതിയൊരു യൂട്യൂബ് ചാനൽ ഇന്ന് തുടങ്ങിയത് കൊണ്ട് വോയിസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കൊള്ളണേ കൂട്ടുകാരെ.